ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദി മോർച്ചറി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. അതുകൊണ്ട് പ്രേതങ്ങളെയൊന്നും പേടിയില്ലാത്തവർ ധൈര്യമായിട്ട് കണ്ടോ. ബാക്കിയുള്ളവർ പേടിച്ചിട്ടാണെങ്കിലും ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ കഥ തുടങ്ങുന്നത് ഒരു മോർച്ചറിയിൽ നിന്നാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള റെബേക്ക, അതേപോലെ തന്നെ ഒരു സീനിയർ ഡോക്ടറായിട്ടുള്ള റെയ്മണ്ട്, രണ്ടുപേരും ഒരു മോർച്ചറിയിൽ നിന്നിട്ട് ഈ ശരീരങ്ങളെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കുമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ എടുക്കുന്നത്. അവൾക്കതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് റെയ്മണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടറും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു മരിച്ചുപോയ സ്ത്രീയുടെ ശരീരം ഓരോ ശരീരഭാഗങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോക്കി അവൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ജോലി അവൾ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഹീറോയിൻ്റെ കയ്യിൽ ഈ സൂയിസൈഡ് ചെയ്യാനായിട്ട് കൈ മുറിക്കുമല്ലോ, അതിൻ്റെ മാർക്കുകൾ ഉള്ളതായിട്ട് റെയ്മണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ ഹീറോയിൻ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഈ പഴയ രക്തം ഉണ്ടല്ലോ അതെല്ലാം ഒരു ട്യൂബ് വഴി പുറത്തേക്ക് എടുത്തിട്ട് അത് കഴിഞ്ഞ് ശരീരം അഴുകാതിരിക്കാൻ വേണ്ടി മറ്റൊരു ലിക്വിഡ് ഉള്ളിലേക്ക് കയറ്റും. ആ ലിക്വിഡ് മറ്റൊരു ട്യൂബ് വഴി ഉള്ളിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ഹീറോയിൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് റെയ്മണ്ട് ആ മരിച്ചെടുക്കുന്ന ശരീരം ഉണ്ടല്ലോ അതിൻ്റെ കാല് വിരല് ചെറുതായിട്ട് അനങ്ങുന്നത് കണ്ടാവും പേടിക്കുന്നതും. ഇത് ഹീറോയിനും കാണുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കും, എന്തുപറ്റി സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് അങ്ങനെ ഒരു കുഴപ്പമില്ല, പിന്നെ നിങ്ങളുടെ ജോലി നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ജോലി ചെയ്ത് തീർത്തിട്ടുണ്ട്, ട്രെയിനിങ്ങിൽ പാസ്സാവും. എന്നിട്ട് പറയും ആ ഒരു ശരീരം കത്തിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്ന് ഹീറോയിൻ അതിനുള്ളിലേക്ക് ആ ഒരു ശരീരം വെച്ചിട്ട് തിരിയുമ്പോഴത്തേക്കും അവിടുത്തെ ലൈറ്റുകൾ അണഞ്ഞും കത്തിയും അങ്ങനെയെല്ലാം നിൽക്കാണ്. അങ്ങനെ അത് വലിയ കാര്യമൊക്കെ ഹീറോയിൻ തിരിച്ചു വന്നിട്ട് ഈ ശരീരമെല്ലാം കിടത്തിയിരുന്ന ആ ഒരു വലിയ ടേബിൾ ഉണ്ടല്ലോ അവിടെ എല്ലാം ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി താഴെ ഒരു മുറിയുണ്ട്, അതിനകത്തേക്ക് പോകണം. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു മുറിയുടെ വാതിലിൽ വന്ന് നിൽക്കുമ്പോൾ താഴെ നല്ല ഇരുട്ട്. സത്യം പറയാൻ ആരായാലും അതിലേക്ക് ഇറങ്ങത്തില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് താഴെ ഇതുപോലൊരു രൂപം കണ്ട് ഹീറോയി പേടിക്കുന്നതും അത് വേറെ ആരുമില്ല, റെയ്മണ്ടാണ്. ഇപ്പോൾ അവൻ പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് താഴേക്ക് വന്നതെന്ന് പറയുമ്പോൾ റെയ്മണ്ട് പറയും, ദേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ഒരു കാരണവശാലും നീ ഒരു ബേസ്മെന്റിന്റെ അടുത്തേക്ക് പോലും വരരുത്, നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മുകളിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നവ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഈ താഴെ എന്താണ് അങ്ങനെ ഒരു പ്രത്യേകതയെന്ന് നമുക്കറിയത്തില്ല. എന്നിട്ട് പറയും, ഓക്കെ ഇന്നത്തെ നിന്റെ ജോലി കഴിഞ്ഞു, നീ നല്ലതുപോലെ തന്നെ ചെയ്തു, അതുകൊണ്ട് ഇന്ന് നീ വീട്ടിലേക്ക് പോയിക്കോ, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിനെ പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ ഹീറോയിൻ പോയതിനു ശേഷമാണ് ആ ഒരു ബേസ്മെന്റിന്റെ ഇരുട്ടിൽ നിന്നും ഒരു രൂപം അവനെ തന്നെ നോക്കി വരുന്നു. അവനാണെങ്കിൽ ആ ഒരു രൂപത്തെയും കാണുന്നുണ്ട്, പക്ഷെ വലിയ കാര്യമാക്കുന്നില്ല. അവൻ ഇപ്പോൾ ആ ഒരു റൂം അടച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ റെയ്മണ്ടിനെ കാണാൻ വേണ്ടി അവൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ റെയ്മണ്ട് ഓഫീസിൽ ഇല്ലാതുകൊണ്ട് ഹീറോയിൻ അവിടെയുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ എന്തോ ഒരു പഴയ കാര്യം ഇരിക്കുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. ആ സമയം കൊണ്ട് റെയ്മണ്ട് അകത്തേക്ക് കയറി വന്ന്, ഓക്കെ റെബേക്ക, നീ ഇപ്പോൾ ഇവിടെ പെർമനന്റ് ആയേക്കാണ്, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, ബാ ഒരു ഡ്രിങ്ക് കഴിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല സാർ ഞാൻ കഴിക്കത്തില്ല, ഞാൻ അങ്ങനെ കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട്, ഓക്കെ സാർ ഇനി മുതലേ നിങ്ങളുടെ സഹായം എനിക്ക് എന്തായാലും വേണ്ടി വരത്തില്ലല്ലോ, ഈ ശരീരങ്ങളെല്ലാം ഈ രീതിയിൽ മാറ്റാനായിട്ട് എന്നെ കൊണ്ട് തനിയെ കഴിയും എന്ന് പറയുമ്പോൾ റെയ്മണ്ട് പറയും, അതേ കഴിയും, ഇനി എൻ്റെ ആവശ്യം എന്തായാലും നിനക്കുണ്ടാവത്തില്ല, നീ ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്കൊരു സപ്പോർട്ടായിട്ട് നീ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എനിക്ക് നോക്കാൻ കഴിയും. പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നീ ചെയ്യുന്ന ഒരു ജോലി മോർണിംഗ് മുതൽ നൈറ്റ് വരെ മാത്രം ചെയ്താൽ മതി, നൈറ്റ് ഷിഫ്റ്റ് ഞാൻ തന്നെ ചെയ്തോളാം, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ മാത്രം നീ നൈറ്റ് ഷിഫ്റ്റിൽ നിന്നാൽ മതി. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല സാർ കുഴപ്പമില്ല, എനിക്ക് നൈറ്റിൽ നിൽക്കാനായിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ റെയ്മണ്ട് പെട്ടെന്ന്, ഹേയ് അതിൻ്റെ ആവശ്യമില്ല, നീ ഡേ മാത്രമേ ചെയ്താൽ മതി, നൈറ്റ് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് കർക്കശമായിട്ട് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ തല നല്ലതുപോലെ വേദനിക്കുന്നു. ഇത് റെയ്മണ്ടിന് മനസ്സിലായി. ഇപ്പോൾ റെയ്മണ്ട് പറയും, ഓക്കെ നീ കുറച്ച് റെസ്റ്റ് എടുത്തോ, ഈ വീക്കെൻഡ് അവസാനിച്ചിട്ട് നീ ഇനി ജോലിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിനെ പറഞ്ഞു വിട്ടിട്ട് അവനൊരു സിഗരറ്റും എടുത്ത് വലിച്ച് നേരെ ആ ഒരു ബേസ്മെന്റിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് അവിടേക്ക് നോക്കി വീണ്ടും 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 ഇത് സംഭവിക്കുന്നുവെന്ന് ആരെയോ നോക്കി പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നല്ലതുപോലെ ഫ്രഷായി അവളുടെ കീ എടുത്ത് വെച്ചേക്കുമായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു കീ കാണുന്നില്ല. അതുമല്ല അവളുടെ ടേബിളിലുള്ള ഒരു ബുക്കിൽ എന്തോ ഒരു പ്രത്യേകത സിമ്പലുണ്ട്, അത് ഹീറോയെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് കീ കുറച്ച് ദൂരെയായിട്ടിരിക്കുന്നു. ഓക്കെ അവള് മാറി വെച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കീ എടുത്ത് അവിടെ നിന്ന് ഹീറോയിൻ നേരെ പോകുന്നത് വേറൊരു സെന്ററിലേക്കാണ്. ഇതെന്താന്ന് വെച്ചാൽ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്നിട്ട് ഹീറോയിനും ഇതുപോലെ മുമ്പേ നല്ല ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഒരുപാട് മദ്യപിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു.
പക്ഷെ അവളാണെങ്കിലോ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പോൾ വെളിയിൽ വന്നു. അതുകൊണ്ട് തന്നെ പോലെയുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി താൻ എന്തൊക്കെ രീതിയിലാണ് ഇത് തരണം ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചു എന്നല്ല അവരോട് ഒരു മോട്ടിവേഷൻ എന്ന പോലെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും കൈയെല്ലാം തട്ടി. ഇപ്പോൾ ഹീറോയിൻ തിരിച്ച് തൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു മൊട്ടത്തലയും ഹീറോയിനെ തന്നെ നോക്കിയിരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അവളുടെ പേര് റെബേക്ക എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തൻ്റെ വണ്ടിയിൽ വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവൾക്ക് ഇപ്പോഴും ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് ആ ഒരു തോന്നൽ വരുന്നു. അപ്പോഴാണ് ആ ഒരു ഡീലർ അതിലെ നടന്നു പോകുന്നുണ്ട്. അവനെ കാണുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ഡ്രഗ് വാങ്ങണമെന്ന് ആദ്യം ചിന്തിച്ചിട്ട് പിന്നീട് എന്തോ വേണ്ടാന്ന് തീരുമാനിച്ച് തൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ റെയ്മണ്ട് എന്ന് പറഞ്ഞ അയാൾ ഹീറോയിനെ വിളിക്കും. എന്നിട്ട് പറയും, റെബേക്ക ഇന്ന് രാത്രി നീ ഒന്ന് നൈറ്റ് ഷിഫ്റ്റിൽ നിൽക്കണം, കാരണം ഇപ്പോൾ ഒരുപാട് ശരീരങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയുള്ള ശരീരങ്ങളെല്ലാം നീ നോക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, ഒരു കുഴപ്പമില്ല സാർ, ഞാനത് നല്ലതുപോലെ ചെയ്യാം. ഓക്കെ, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പം അയാൾ പോയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു മോർച്ചറിയിലേക്ക് ഒറ്റയ്ക്ക് വരികയാണ്. ഇതുപോലുള്ള മോർച്ചറികളിൽ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു ടേബിളിലുള്ള ബുക്ക് എടുത്ത് വായിക്കുമ്പോഴാണ് റെയ്മണ്ട് അതിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അത് സൂക്ഷിച്ചു വെക്കാനുള്ള മോർച്ചറി, അപ്പോൾ ആ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹീറോയിൻ്റെ ജോലി. പക്ഷേ റെയ്മണ്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ തന്നെ ആ ഒരു കാര്യം ചെയ്തിട്ട് അതേപോലെ ആ ഒരു ശരീരങ്ങളെല്ലാം കൊണ്ടുവന്ന് കത്തിക്കാനാണ് പറയുന്നു. ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല, ഇപ്പം തന്നെ കൊണ്ടുവന്ന ഈ ഒരു ശരീരങ്ങളെല്ലാം പെട്ടെന്ന് എന്തിനാ കത്തിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ശരീരം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് തീയിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചാൽ പോരെ എന്ന് ഹീറോയി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അവൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി ഇതാണല്ലോ, അതുകൊണ്ട് അത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാണിൻ്റെ ശരീരം അവിടേക്ക് കൊണ്ടുവന്ന് അയാളുടെ ശരീരം സൂക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ആ ഒരു ബോഡിയിൽ. ഇപ്പോൾ ഹീറോയിൻ അവൻ്റെ ശരീരം നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ അവളുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു പേരും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് അവൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ശരീരം ഉണ്ടല്ലോ അത് അനങ്ങുന്നുണ്ട്. അതുമല്ല, അനങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു മരിച്ച ആളുടെ കണ്ണ് തുറക്കുന്നു. ഇത് ഹീറോയിൻ കാണുന്നില്ല. എന്നിട്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ആ ഒരു ശരീരം നേരെ ആ ഒരു വലിയ ഫർണസിനുള്ളിലേക്ക് കയറ്റി അത് കത്തിച്ചു കളയുന്നു. ഷെടാ, അങ്ങേർക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇതെന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കുന്നത്? അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഇവിടെ മറ്റൊരു കാര്യം. ഹീറോയിൻ്റെ വീട്ടിലെ ഒരു നോട്ട് ബുക്കിൽ നമ്മളൊരു സിമ്പൽ കണ്ടിരുന്നല്ലോ, അതേപോലെയുള്ളൊരു സിമ്പൽ റെയ്മണ്ടിൻ്റെ ടേബിളിലുള്ള ഒരു പേപ്പറിലും അത് ഈ സിമ്പൽ തന്നെയുണ്ട്. ഇതും നമ്മുടെ ഹീറോയിൻ അത്ര കാര്യമാക്കുന്നില്ല. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ ആ ഒരു ജനലടുത്തേക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുന്ന അവളുടെ കാറിൻ്റെ ഡോർ ആരോ തുറന്നിട്ടുണ്ട്. അത് ആ ഒരു അലാറ ശബ്ദം ഉണ്ടല്ലോ അത് കേൾക്കുന്നു. ഇതാരാ തുറന്നെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ആ ഒരു കാറിനടുത്തേക്ക് ഓടി ചെന്നിട്ട് പെട്ടെന്ന് ഡോറെല്ലാം അടച്ച് ഓക്കെ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുമ്പോൾ ആദ്യം അതാരും വലിയ കാര്യമാക്കത്തില്ല. വീണ്ടും റിപ്പീറ്റായിട്ട് സംഭവിക്കുമ്പോഴാണ് അതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ അകത്തേക്ക് വന്നിട്ട് അവളുടെ ജോലികളെല്ലാം ചെയ്യുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൾക്ക് തലവേദന എടുക്കുന്നു. അതേപോലെ തന്നെ അവളുടെ തലയും ചുറ്റുന്നുണ്ട്. കൂടാതെ പലയിടങ്ങളിൽ നിന്നും ഈ പതിയെ സംസാരിക്കുന്ന പോലത്തെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അത് കേൾക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അവളുടെ തലവേദന മാറുന്നതും ഇപ്പോൾ ഒരു ബന്ധമില്ലാതെ അവളൊരു ചെയറിലിരിക്കുകയാണ്. ഇതിനു മുന്നേ എന്താണ് അവൾക്ക് സംഭവിച്ചത്, അവൾ എങ്ങനെയാണ് ഈ ഒരു ചെയറിൽ വന്നത്, ഈ കാര്യങ്ങളൊന്നും ഹീറോയിൻ അറിയത്തില്ല. ഇപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ഓഫീസ് റൂമിലെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെടുക്കാൻ വേണ്ടി ഹീറോയിൻ ഓടി അവിടേക്ക് വരുന്നതും അവൾ അവിടെ വെച്ചേക്കുന്നൊരു ബോർഡിലൊരു പേപ്പറുണ്ട്. അതിലും ഇതുപോലെ ആ ഒരു സിമ്പൽ ആരോ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹീറോയിൻ ആണോ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അത് ശ്രദ്ധിക്കാതെയാണ് ഹീറോയിൻ അവിടെ നിന്ന് ഓടി പോകുന്നത്. അങ്ങനെ ഹീറോയിൻ വന്നിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്കും അവിടെ സംസാരിക്കുന്നത് വേറെ ആരുമല്ല, റെയ്മണ്ട് ഉണ്ടല്ലോ, അവനാണ്. ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല സാർ കുഴപ്പമൊന്നുമില്ല, പിന്നെ വെളിയിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു ലൈറ്റുകളെല്ലാം അണയുന്നു, അതേപോലെ തന്നെ കത്തുന്ന ഈ രീതിയിലാണ് നിൽക്കുന്നത്, ഇല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞിട്ട് അവൾ ഫോണും കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെയ്മണ്ടിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ ഷർട്ടെല്ലാം ഊരി വെച്ചിട്ട് അവൻ്റെ ദേഹത്ത് എന്തോ ഒരു സിമ്പൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ റെയ്മണ്ട് എന്തോ ഒരു കാര്യം ഇവിടെ ഒളിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവിടെ ഒരു മുത്തശ്ശിയുടെ ശരീരം അങ്ങനെ കത്തിക്കാനായിട്ട് കൊണ്ടുവരാണ്. അടുത്തേക്ക് ഒന്ന് വെക്കുന്നതും ഈ മോർച്ചറിയിലെ മൊത്തം പവറും കട്ടായി പോകും. അപ്പോൾ ടോർച്ചിന് വേണ്ടി അവളുടെ ഫോൺ നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ ചാർജും ഇല്ല. അപ്പോൾ ഹീറോയിൻ ആ ഒരു മുത്തശ്ശിയോട് പറയും, അതൊരു മരിച്ചാളാണ്, എന്നാലും ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരോട് സംസാരിക്കുമല്ലോ, അതുപോലെ ഓക്കെ മുത്തശ്ശി അവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ മെഴുകുതിരി എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ഓടുകയാണ്. ഇതേ സമയം കാണിക്കുമ്പോഴാണ് ആഹാ വേറൊന്നുമല്ല, ആ മരിച്ചു കിടക്കുന്ന മുത്തശ്ശിയുടെ കൈ അനങ്ങുന്നു. അവരുടെ കൈ പതിയെ മുകളിലേക്ക് വന്നിട്ട് അത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നതും ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ ഇവിടേക്ക് വന്ന് ആ ഒരു മെഴുകുതിരി അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ മെഴുകുതിരിയെല്ലാം ഇട്ട് വയ്ക്കുന്നൊരു പെട്ടിയുണ്ട്. അതിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു മെഴുകുതിരി എടുക്കാനായിട്ട് ആ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് മെഴുകുതിരിയില്ല, പകരം വേറെ എന്തോ ഒരു പേപ്പറാണ് ഇരിക്കുന്നത്. ശരി,
കുറച്ചു നേരത്തെ കാര്യമല്ലേ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ കത്തിക്കാന്ന് പറഞ്ഞാൽ അതും കത്തിച്ചിട്ട് ഇപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കൈ വെളിയിൽ കിടക്കാണല്ലോ. അപ്പോൾ ഹീറോയിൻ ഷെടാ ഇവർ മരിച്ചതല്ലേ, ഇവരുടെ കൈ ഇങ്ങനെ വെളിയിൽ വന്നെന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു കൈ എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു മുത്തശ്ശിയുടെ ശരീരം തള്ളി അകത്തേക്ക് വെക്കുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം. ഇവിടെ ചുമരിൽ എന്തോ ഒരു സിമ്പല് തീ പിടിച്ചതുപോലെ ഇങ്ങനെ കത്തുന്നുണ്ട്. അത് ഹീറോയെ ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ ആ ഒരു മുത്തശ്ശിയുടെ ശരീരം ഈ തുണിക്കുള്ളിൽ കാണിക്കുമ്പോഴാണ് അവർ കണ്ണു തുറന്ന് ഒരു പ്രത്യേക രീതിയിൽ ഹീറോയിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. സത്യം പറയില്ല, ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം റിയൽ ആയിട്ട് ഇനി മരിച്ചവർ തന്നെയാണോ അതോ ജീവനുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇനി ഇതെല്ലാം ഹീറോയിൻ തോന്നുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആ ഒരു മുത്തശ്ശിയുടെ ശരീരവും അതിനകത്തേക്ക് തള്ളി വെച്ചിട്ട് അതും കത്തിച്ച് ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അടുത്തൊരു ശരീരം ഉണ്ടല്ലോ, കുറേ ശരീരം വന്നെന്നാണല്ലോ പറഞ്ഞത്, അതൊരു സ്ത്രീയുടെ ശരീരമാണ്. അതെടുത്ത് അവൾ പരിശോധിക്കുമ്പോഴാണ് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ ഈ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതുപോലെ കൈ മുറിച്ച ആ ഒരു പാടുകളുണ്ടല്ലോ അത് കാണുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അപ്പോൾ നീയും എന്നെ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലായിരിക്കും എന്നെല്ലാം ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ ആരോ തട്ടുന്നൊരു ശബ്ദം. ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ആരാ അവിടെ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. ഇതേ സമയം ആ ഒരു പെണ്ണിന്റെ ശരീരം കാണിക്കുമ്പോൾ അവൾ പതിയെ തിരിഞ്ഞ് ഹീറോയിനെ തന്നെ നോക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ നിന്നിട്ട് വീണ്ടും ആരാതെന്ന് ചോദിക്കുമ്പോൾ ഹൂഡിയെല്ലാം ഇട്ടിട്ട് ഒരു രൂപം, അതുപോലെ കണ്ണുകളെല്ലാം ചുവന്നിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീന് നമ്മൾ ഒറ്റയ്ക്ക് ഇരട്ടത്തിരുന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ടും ഈ ഒരു സീനും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും അയ്യോ പേടിച്ചു പോവും. ഒരു ചെറിയ പേടി എന്തായാലും ഉള്ളിൽ വരും. അപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്ന ഇപ്പോൾ റെയ്മണ്ട് തിരിച്ചു വന്നിട്ട് അവൻ തന്നെ കളിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് അവള് സാർ വേണ്ട കളിപ്പിക്കേണ്ടെന്നെല്ലാം പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു രൂപത്തെ അവിടെ കാണുന്നില്ല. ഒരു പക്ഷേ ഇനിയിപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് തിരിച്ച് ആ ഒരു ടേബിളിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് വേറൊന്നുമല്ല അവിടെ വെച്ചിരുന്ന ആ ഒരു പെണ്ണിന്റെ ശരീരം അത് കാണാനില്ല. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് അവൾ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു. ഹീറോയിൻ പെട്ടെന്ന് വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇത്തവണ വിളിക്കുന്നത് റെയ്മണ്ട് അല്ല, ഇത് വേറൊരുത്തൻ. പതിഞ്ഞൊരു ശബ്ദത്തിൽ അവൻ പറയുന്നുണ്ട് ഇതെനിക്ക് ചെയ്തത് നീയാണ്, ഇതിനെല്ലാം കാരണം നീയാണെന്നെല്ലാം അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അല്ല നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ മറുപടി ഒന്നും പറയാതെ വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, ഇത് നിന്റെ തെറ്റാണ് എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പേടിച്ചിട്ട് ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് പിറകിലേക്ക് നടന്നു വരുമ്പോൾ വീണ്ടും ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. അതുമല്ല പെട്ടെന്നാണ് അവളുടെ കൈ നോക്കുമ്പോഴത്തേക്ക് അവളുടെ കയ്യിൽ മുറിഞ്ഞ ആ ഒരു പാടുകളുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് രക്തം വരുന്നു. എന്താ സംഭവിക്കുന്നറിയാതെ അവൾ പെട്ടെന്ന് ആ കോട്ട് ഊരി മാറ്റിയിട്ട് പിന്നെയും കൈ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കൈയിനൊരു കുഴപ്പമില്ല, ഇതും തനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു ഫോൺ ഉണ്ടല്ലോ അത് റിപ്പീറ്റായിട്ട് നിർത്താതെ ഇങ്ങനെ റിങ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ റെയ്മണ്ടാണോ വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവൾ പിന്നെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇത്തവണ റെയ്മണ്ടോ അല്ല, അതേപോലെ തന്നെ നേരത്തെ സംസാരിച്ച അവനും അല്ല, പകരം അത് ഹീറോയിൻ്റെ അച്ഛനാണ്. അതും ഹീറോയിൻ ഒരു 14 വയസ്സുള്ളപ്പോൾ ഹീറോയിനെ കാണാതായിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു കാര്യം ഹീറോയിൻ്റെ അച്ഛൻ പോലീസിനെ വിളിച്ച് പരാതി പറയും. അതേപോലെയാണ് ഇപ്പോൾ ഈ ഫോണിലും ഹീറോയിൻ്റെ അച്ഛൻ സംസാരിക്കുന്നത്. സാർ ഇതുപോലെ എൻ്റെ മകളെ കാണാനില്ല, അവൾക്ക് 14 വയസ്സേ ഉള്ളൂ, അതുപോലെ അവൾ ഡ്രഗെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ എവിടെ കറങ്ങാൻ പോയിട്ടുണ്ട്, പ്ലീസ് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നെല്ലാം അവളുടെ അച്ഛൻ അന്ന് പറഞ്ഞത്. അതേപോലെ ഇപ്പോൾ ഫോണിലെ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നതും അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോലീസുകാർ പറയും സാർ ഒരു 24 മണിക്കൂർ ഞങ്ങൾക്ക് സമയം താ, അതിനുള്ളിൽ നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ പറയും അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, എൻ്റെ മകളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയിനെ കണ്ടുപിടിക്കാൻ പോകുന്നതിനിടയിലാണ് അയാൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ട് അയാൾ മരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കാരണമാണല്ലോ അവളുടെ അച്ഛൻ മരിക്കുന്നത്. ആ ഒരു കുറ്റബോധം ഇപ്പോഴും ഹീറോയിനുണ്ട്. അതുപോലെ അന്ന് ഹീറോയിന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഹീറോയിൻ ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നുണ്ട്, അവളുടെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഈ ബേസ്മെന്റിൽ കണ്ടതുപോലെ ഒരു പ്രത്യേകതരം ജീവി ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു, അതും ആ ഒരു ഫ്ലാഷ് ബാക്കില്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഹീറോയിൻ ഉള്ളത് അവളുടെ വീടിനുള്ളിലാണ്. ഈ മോർച്ചറിയിൽ നിന്ന് അവൾ എപ്പോഴാണ് വീട്ടിൽ വന്നത് ഇതൊന്നും അവൾക്ക് അറിയത്തില്ല. ഇപ്പോൾ തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ഹീറോയിൻ നേരെ വാഷ്റൂമിലേക്ക് വന്ന് അങ്ങനെ കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും വീടിൻ്റെ ഡോറിൽ ആരോ തട്ടുന്നു. വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ഹീറോയിൻ ഈ ഒരു ഡ്രഗെല്ലാം യൂസ് ചെയ്തിട്ട് അടിമയായിരുന്നല്ലോ, അതിൽ നിന്ന് ഹീറോയിനെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു സ്ഥാപനത്തിലെ സ്ത്രീയായിരുന്നു. അങ്ങനെ ഹീറോയിൻ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അവിടെ കണ്ണാടിയിൽ ലെറ്റ് മീ ഇൻ എന്നുള്ളൊരു കാര്യം ഏതോ ഒരു ഗോസ്റ്റ് കണ്ണാടിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഈ കാര്യം ഹീറോയിൻ കാണാതെയാണ് അവരകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും മേഡം ഞാൻ ഇത്രയും നേരം മോർച്ചറിയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ണൂർന്ന് നോക്കുമ്പോൾ വീട്ടിലുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അവർ പറയും ഇത് മാത്രമേ നിനക്ക് ഓർമ്മയില്ലാതെയുള്ളൂ, അതോ എന്നെ ഇപ്പം തന്നെ കാണണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് എന്നെ വിളിച്ചല്ലോ, അത് നീ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് അവൾക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഹീറോയിൻ വിളിച്ചിട്ടാണ് വന്നതെന്നാണ് ഈ ലേഡി പറയുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, ഹീറോയിൻ വീണ്ടും ഇതുപോലെ ഡ്രഗെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് ഇത് ഉടനെ തന്നെ നിർത്തണം. ഇന്നാണ് ഡേ 1.
ഇത് നമുക്ക് ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഹീറോയും പറയും, ഇല്ല മേഡം, നിങ്ങൾ പറയുന്നത് പോലെയൊന്നല്ല, ഞാൻ ഇതുവരെയും ഡ്രഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴും നോർമലാണ്, എനിക്കിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവരത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതുകൂടി ആകുമ്പോഴത്തേക്ക് ഹീറോയിന് നല്ല വിഷമാവും. കാരണം തന്നെ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നത് ഹീറോയിൻ കരയാൻ തുടങ്ങുമ്പോൾ അവർ പറയും, ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് ഹീറോയിൻ അവരെ നല്ലതുപോലെ ശരീരം വലിഞ്ഞു മുറുകി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. ഇപ്പൊ ഇത് കാരണം ആ ഒരു സ്ത്രീ ഹീറോയിനെ തള്ളി മാറ്റുമ്പോഴത്തേക്കും ഹീറോയിന്റെ കണ്ണിപ്പോൾ ഒരു മഞ്ഞ നിറത്തിലിരിക്കുന്നു. ഇത് കണ്ട് അവർ വിചാരിക്കും, ഓക്കെ ഇവിടെ നിന്നാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഹീറോയിൻ പിറകെ വന്ന് അവരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവരുടെ കൈ പിടിച്ച് അവരുടെ നടുവിരലുണ്ടല്ലോ അത് കടിച്ചങ്ങ് മുറിക്കും. അയ്യോ, കൊടൂര സീനാണിത്. എന്നിട്ട് അവരെ തള്ളി താഴേക്കിട്ട് ഈ വൈനെല്ലാം തുറക്കുന്ന ഒരു ചെറിയ ടൂളുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു സ്ത്രീയുടെ ചെവിയിലേക്ക് അത് കുത്തിയിറക്കി അവരെ കൊല്ലുന്നതും. ഇപ്പൊ അവരെ കൊന്നതിന് ശേഷമാണ് ഹീറോയിൻ പഴയ അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോൾ താൻ ഒരാളെ കൊന്നൊന്നും കൂടി ആകുമ്പോഴത്തേക്കും ഹീറോയിൻ നല്ലതുപോലെ പേടിച്ച് പെട്ടെന്ന് വാഷ്റൂമിലേക്ക് വന്ന് അവളുടെ കയ്യിൽ രക്തം പറ്റിയിട്ടുണ്ട്, അതെല്ലാം കഴുകി വൃത്തിയാക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ പെട്ടെന്ന് റെയ്മണ്ട് ഉണ്ടല്ലോ അവനെ വിളിക്കും. എന്നിട്ട് പറയും, സാർ ഇതുപോലെ എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും റെയ്മണ്ട് പറയും, ഓക്കെ നീ ഇപ്പോൾ എവിടെയുള്ളത്? വീട്ടിൽ. ശരി, നീ ഒരിക്കലും മോർച്ചറി വിട്ട് വെളിയിൽ പോകാൻ പാടില്ല, പക്ഷെ നീ ഇപ്പോൾ വന്നു, അതുകൊണ്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് മോർച്ചറിയിലേക്ക് തന്നെ പോകാൻ പറയുന്നത്. മോർച്ചറിയിലേക്ക് പോകാനായിട്ട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുമില്ല, ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ റെയ്മണ്ട് പറയും, നീ മോർച്ചറിയിലേക്ക് പോയാലേ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ, നിനക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് നീ പെട്ടെന്ന് മോർച്ചറിയിലേക്ക് പോകാൻ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിൻ, അപ്പോൾ നിനക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലേ, എന്നിട്ടാണോ നീ എന്നെ ആ ഒരു മോർച്ചറിയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സമയമില്ല, ഞാൻ എന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം, നിനക്കിപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലം അത് മോർച്ചറി മാത്രമാണ്, അതുകൊണ്ട് നീ മോർച്ചറിയിലേക്ക് പോ, അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു ലേഡിയെ കൊന്നല്ലോ. അവരിപ്പോൾ പതിയെ പിറകിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഹീറോയിൻ്റെ പിറകെ അങ്ങനെ നടന്നു വരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് അവള് റെയ്മണ്ടിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് റെയ്മണ്ട്, ഇപ്പോൾ ഞാനത് പറഞ്ഞാലേ നിനക്ക് വിശ്വാസം വരണമെന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ നിനക്കുള്ള ഒരേ ഒരു മാർഗ്ഗം നീ മോർച്ചറിയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്, അതുകൊണ്ട് പോകാൻ പറയുന്നതും ഈ സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അവർ മയങ്ങി അവിടെ താഴെ വീഴും. അങ്ങനെ ഹീറോയിൻ ചാടി എഴുന്നേറ്റ് ഇപ്പോൾ മോർച്ചറിയിലേക്ക് പോകാൻ വേണ്ടി അവളുടെ വീടിൻ്റെ ഡോർ തുറക്കുമ്പോഴത്തേക്കും അടുത്ത ടെസ്റ്റ് നേരത്തെ മരിച്ചെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഇപ്പോൾ വെളിയിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഹീറോയിൻ ഒന്നും മനസ്സിലാവാതെ അവൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ കാറിലേക്ക് കയറിയിട്ട് ഇപ്പോൾ നേരെ മോർച്ചറിയിലേക്ക് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് റെയ്മണ്ടും വരുന്നുണ്ട്. ഇപ്പോഴാണ് റെയ്മണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഹീറോയിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പിശാചി ഇങ്ങനെയൊക്കെ പറയാം, അത് ഒരു മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് കയറിയിട്ട് അവൻ്റെ മോശമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങളുടെ ദേഷ്യം, മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ഇങ്ങനെ പല രീതിയിലും നിങ്ങളെ മോശമാക്കുന്ന എന്തൊക്കെയാണോ അതെല്ലാം. ഇപ്പോൾ ഈ ഒരു പിശാച് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിശാചിന് മരിച്ചുപോയ ഒരാളുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ കയറിയാലും ആ ശരീരത്തിനുള്ളിൽ കഴിയാമെന്നല്ലാതെ ആ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്താന്ന് വെച്ചാൽ ഒരു കൂടിനുള്ളിൽ കിടക്കുന്നത് പോലെയാണ് ആ ഒരു പിശാചിന് തോന്നുന്നത്. അതുകൊണ്ട് അതിനൊരു യഥാർത്ഥ മനുഷ്യ ശരീരം വേണം. എന്നിട്ട് അവരെ കൺട്രോളിലെടുത്ത് അവരുടെ ശരീരത്തിനുള്ള ആ ഒരു പിശാചിന് കയറണം. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പിശാചി നിന്നെ കൺട്രോളിലെടുക്കാൻ വേണ്ടി നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ഹീറോയിൻ ഇതിനു മുന്നേ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവളുടെ കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് അവളെ പെട്ടെന്ന് വീക്കാക്കി അവളുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിശാചി ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ റെയ്മണ്ട് പല വർഷങ്ങളായിട്ട് ഈ ഒരു പിശാചിനെ പറ്റിയും അതിനെ എങ്ങനെ കൺട്രോളിലെടുക്കാം, അതിനെ എങ്ങനെയെല്ലാം തടയാം, അതിൽ നിന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടാം എന്നെല്ലാം അവൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ റെയ്മണ്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൻ പോലത്തെ 2 കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ സിമ്പലുണ്ട്. ഇതുപോലെ ഈ സിമ്പൽ വെച്ചിട്ട് നിന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പിശാചിൻ്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അതിൻ്റെ പേര് കണ്ടുപിടിച്ചാൽ ആ ഒരു സിമ്പൽസ് വെച്ച് തന്നെ അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം ഒരു തീയിലിട്ട് കത്തിച്ചാൽ മാത്രമേ ആ ഒരു പിശാചിനെ പൂർണ്ണമായിട്ട് നരകത്തിലേക്ക് വീണ്ടും നമുക്ക് പറഞ്ഞയക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാലേ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും അവനങ്ങനെ പറയുന്നതും പെട്ടെന്ന് ഹീറോയിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആ ഒരു പിശാചി കയറിയിട്ട് റെയ്മണ്ടിനെ അടിച്ചങ്ങ് ദൂരേക്ക് കളയും. റെയ്മണ്ട് തെറിച്ച് താഴേക്കൊന്ന് വീഴുന്നതും അവനെ കൊല്ലാന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഷർട്ട് ഇങ്ങനെ ഊരി മാറ്റിയിട്ട് നേരത്തെ അവനൊരു കാര്യം, ഒരു സിമ്പലുകളെല്ലാം അവൻ്റെ ദേഹത്ത് വരച്ചല്ലോ, അത് ഈ സിമ്പലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു സിമ്പൽ കണ്ടിട്ട് ഈ ഒരു പിശാചി പേടിക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മുടെ റെയ്മണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു സാത്താൻ ഹീറോയിൻ്റെ ശരീരത്തിനുള്ളിലൂടെ അവൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും റെയ്മണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന ആ ഒരു ഡോർ അങ്ങടയ്ക്കും.
ഇപ്പോൾ ആ ഒരു സാത്താൻ ഡോർ തുറക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഴിയാത്തത് കൊണ്ട് അവസാനം ഹീറോയിൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നതും. ഇപ്പോൾ ഹീറോയിൻ റെയ്മണ്ട് പ്ലീസ് കഥവ് തുറക്ക്, എന്നെ കൂടി രക്ഷിക്കാൻ പറയുമ്പോൾ റെയ്മണ്ട് പറയും സോറി, എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും. അതേസമയം റൂമിൽ കാണിക്കുമ്പോൾ ആ ഒരു പിശാചുണ്ടല്ലോ, അത് ഹീറോയിൻ്റെ അടുത്ത് ആ ഒരു റൂമിൽ വന്നിട്ടുണ്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ഈ മോർച്ചറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പല ഇടങ്ങളിലായിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഇപ്പം അങ്ങനെ ഓടി ഓരോ ഡോറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതൊന്നും തുറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ജനാലകൾ പോലും തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഫോണിൽ സഹായത്തിനായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഫോണും വർക്ക് ചെയ്യുന്നില്ല. അവളുടെ ഫോണാണെങ്കിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, റെയ്മണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ ബുക്കും പേപ്പറും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു പേപ്പറുകളെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് വെള്ളിയിൽ ജനാലയിൽ ആരോ തട്ടുന്ന ശബ്ദം. ഹീറോയിൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇതിനു മുന്നേ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ ശരീരം കത്തിച്ചിരുന്നല്ലോ. അവരുടെ ശരീരം ഇപ്പോൾ വെളിയിൽ വന്നിട്ട് പ്ലീസ് എന്നെ അകത്തേക്ക് വിട്, അകത്തേക്ക് വിടുന്ന് സാധാരണ രീതിയിൽ സംസാരിക്കും. പക്ഷേ ഹീറോയിൻ ജനാല തുറക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ആ പിശാചി അവരുടെ ഉള്ളിൽ വന്നിട്ട് എന്നെ അകത്തേക്ക് വിട്, അകത്തേക്ക് വിടെന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കി പറയാണ്. അതുമല്ല, പല വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിൻ്റെ അച്ഛൻ മരിച്ചുപോയല്ലോ. ഇപ്പം അവളുടെ അച്ഛൻ്റെ ആത്മാവ് മുന്നിൽ വന്നിട്ട് എന്നിട്ട് ഒരു കത്തി എടുത്ത് വെച്ചിട്ടാണ്, എന്താ മോളെ എന്നോടൊപ്പം വരാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കത്തി എടുത്ത് നിന്റെ കൈ മുറിച്ചാൽ മതി, പെട്ടെന്ന് നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞ് അവനിപ്പോൾ സ്വയം അയാളുടെ കൈ ഇങ്ങനെ മുറിക്കുന്നു. അതേപോലെ ഓടി വന്ന് ഹീറോയിൻ ഒരു ഒറ്റയടി അവളുടെ തൊടയിലേക്ക് ആ കത്തി കൊണ്ട് മുറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ഇതെല്ലാം ഹീറോയിന് തോന്നുന്ന കാര്യങ്ങളാണ്. ആ ഒരു പിശാചി അവളുടെ മനസ്സിൽ കയറി കളിക്കുകയാണ്. അവളെ കൊണ്ടുതന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവളെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അവളെ കൺട്രോളിലെടുക്കാൻ വേണ്ടി. സത്യത്തിൽ അവൾ തന്നെയാണ് അവളുടെ തൊട ആ ഒരു കത്തി കൊണ്ട് കീറിയത്. ഇപ്പോഴാണ് അവൾക്ക് വേദനയെ മനസ്സിലാവുന്നത്. പെട്ടെന്ന് അവൾ കരയാൻ തുടങ്ങുന്നതും വീണ്ടും അവളുടെ മുന്നിൽ അവളുടെ അച്ഛൻ്റെ ആത്മാവ് വരുന്നതും. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ ഒരു ശരീരങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുമല്ലോ, ആ ഒരു മുറിക്കകത്തേക്ക് കയറി ഡോർ അങ്ങടയ്ക്കും. ഇപ്പൊ അതിനകത്ത് നിൽക്കുമ്പോഴാണ് അതിനകത്ത് മരിച്ച ശരീരങ്ങളെല്ലാം സംസാരിക്കുന്നത് പോലെ, ഈ അടക്കം പറയുന്നത് പോലെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഹീറോയിന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ അങ്ങനെ നടക്കുമ്പോൾ റെയ്മണ്ട് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിരുന്നു. അവൻ ഇപ്പോൾ ഈ ഒരു മോർച്ചറിയിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയം ഹീറോയിൻ ഡോർ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അവസാനമായിട്ട് കാണാതായിട്ടുള്ള ഒരു സ്ത്രീയുടെ ശരീരം ഉണ്ടല്ലോ, അതിപ്പോൾ ആ ഒരു ടേബിളിൽ കിടക്കുന്നു. അങ്ങനെ ഹീറോയിൻ പതിയെ ആ ഒരു ടേബിളിനടുത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കാല് മുറിഞ്ഞല്ലോ, ആ മുറിവിലെ മരുന്ന് വയ്ക്കുകയാണ്. ഇതേ സമയം ടേബിളിൽ കിടക്കുന്ന ആ ഒരു സ്ത്രീയുടെ ശരീരം പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും ആ ശരീരം സാധാരണ കിടക്കുന്ന പോലെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം അവൾക്ക് തോന്നുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഹീറോയിൻ തന്റെ മുറിവെല്ലാം വെച്ച് കെട്ടിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഹീറോയിൻ നടന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്ന ആ ഒരു ശരീരവും എഴുന്നേറ്റ് നിന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഒരു ചെറിയ വെട്ട്, അത് നിന്റെ മടിക്കെട്ടല്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒന്നാവാം എന്നിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ആ ഒരു പിശാചിനെ അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ കുറേ നേരം ആ ഒരു ശരീരം പറയുന്നതും ഹീറോയും വിചാരിക്കുമ്പോൾ അതിന്റെ കഴുത്തറുത്ത് വിടാന്ന് പറഞ്ഞ് ആ കത്തി വെച്ചിട്ട് അതിന്റെ കഴുത്തറുക്കാനായിട്ട് പോകുമ്പോൾ ഇപ്പൊ അത് പെട്ടെന്ന് ഹീറോയിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും ഹീറോയിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ, എന്ത് ചെയ്തിട്ട് അത് പിടിയും വിടുന്നില്ല. അവസാനം ഈ ശരീരങ്ങളിൽ നിന്ന് രക്തം വലിച്ചെടുക്കുന്ന ആ ഒരു വലിയ സൂചിയുണ്ട്, പൈപ്പ് പോലത്തെ, അതെടുത്ത് ഈ ഒരു ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയിട്ട് ഇപ്പൊ അതിന്റെ രണ്ട് കൈ കെട്ടിയിട്ട് അതിൽ കിടത്തിയേക്കും. എന്നിട്ട് ഹീറോയിൻ നേരെ റെയ്മണ്ട് ഇപ്പോൾ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒന്ന് ആ ഒരു ഫോൺ എടുക്കുമ്പോൾ അത് റെയ്മണ്ട് തന്നെയാണ്. ഇപ്പോൾ റെയ്മണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നിനക്കിപ്പോൾ ആ ഒരു പിശാചിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പിശാചി ഒരു ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ കൈ മുറിച്ച് ആ രക്തം ആ ഒരു ശരീരത്തിലേക്ക് വീഴ്ത്തിയിട്ട് അതിനെ കത്തിച്ചു കളയണം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ അതുപോലെ തന്നെ തൻ്റെ കൈ മുറിച്ച് ആ ഒരു രക്തം ആ ഒരു സ്ത്രീയുടെ ശരീരം ഉണ്ടല്ലോ അവരുടെ തലയിലേക്ക് എടുത്തിട്ട് അതിപ്പോൾ നേരെ കൊണ്ടുവന്ന ആ ഒരു ഫർണസിലേക്ക് വെച്ച് അതങ്ങ് കത്തിച്ചു കളയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയിൻ ഒരു ഇല്യൂഷൻ. എന്താണെന്ന് വെച്ചാൽ 14 വയസ്സുള്ളപ്പോൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സ്ട്രെച്ചറിലേക്ക് എടുത്തിട്ട്. അതിൽ ഹീറോയിൻ ഇപ്പോഴുള്ള ഹീറോയിനും 14 വയസ്സുള്ള ഹീറോയിനും മാറി മാറി വരുന്നു. അതേപോലെ പെട്ടെന്ന് ഇപ്പോൾ ഹീറോയിൻ നോക്കുമ്പോൾ തീയത്തുന്ന ആ ഒരു ഫർണസ് ഉണ്ടല്ലോ അതിനുള്ളിൽ ഹീറോയിൻ കിടക്കുന്നത് പോലെ അവളെ കെട്ടിയിട്ടേക്കാണ്. ഇപ്പം അതെല്ലാം കാണുമ്പോഴത്തേക്കും അവൾക്കറിയാം ഇതെല്ലാം അവൾക്ക് തോന്നുന്നതാണെന്ന്. അതുകൊണ്ട് അവളത് വലിയ കാര്യമാക്കാതെ നേരെ വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് റെയ്മണ്ടിനെ വിളിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു, എൻ്റെ കൈ മുറിച്ചു, ആ ശരീരം കത്തിച്ചളഞ്ഞു, പക്ഷെ ആ ഒരു പിശാചി അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് റെയ്മണ്ട് ഒരു കാര്യം പറയുന്നത്, എന്ത് ഞാൻ പറഞ്ഞെന്നോ, കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നിന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്, നീ ഫോൺ എടുക്കുന്നില്ല, പിന്നീട് ഇത് നിന്നോട് ആരാ പറഞ്ഞു ചോദിക്കുമ്പോൾ അത് വേറെ ആരും ഇല്ലായിരുന്ന ആ ഒരു പിശാചി തന്നെയാണ്. അപ്പോൾ റെയ്മണ്ട് പറയും, ഓക്കെ എന്തായാലും ആ ഒരു പിശാചി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, നിനക്കിപ്പോൾ ഒരേ ഒരു മാർഗം എൻ്റെ ടേപ്സ് നീ കണ്ടുപിടിക്കണം, എന്നാലേ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അവരുടെ ടേപ്സ് എവിടെയാണ്? അത് ബേസ്മെൻറ്റിലാണ്, പെട്ടെന്ന് പോകും.
അതെടുത്തിട്ട് വരാൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുന്നതും ഇപ്പോൾ ആ ഒരു ശരീരങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂമിൽ നിന്നും ആ പിശാചിൻ്റെ തല അങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പേടിയാവും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ടോർച്ച് കൊടുത്ത് ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങിപ്പോവാണ്. ഇതിനു മുന്നേ റെയ്മണ്ട് ഒരിക്കലും ആ ഒരു ബേസ്മെന്റിലേക്ക് ഹീറോയിനെ ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ താഴേക്ക് വന്നിട്ട് അവൾ ആ ഒരു ടേപ്സ് എവിടെ ഉണ്ടെന്ന് നോക്കി അവസാനം ആ ടേപ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിലെന്താണെന്ന് അറിയാൻ വേണ്ടി അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് റെയ്മണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ പിശാചിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം പ്ലേറ്റ് ഉണ്ട്, അതിൽ കുറേ സിമ്പിൾസും ഉണ്ട്. ഈ സിമ്പിൾസ് ഈ സാത്താൻ്റെ പേര് എങ്ങനെയാണ് വരുന്നത് അതുപോലെ അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഒരു പേപ്പർ കത്തിക്കുമ്പോഴത്തേക്കും പല സിമ്പിൾസ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പല ഇടങ്ങളിലായിട്ട് തെളിഞ്ഞു വരും. അതെങ്ങനെയാണ് ഓർഡറിലായിട്ട് വരുന്നത് അതുപോലെ ഇതിനകത്ത് വെച്ചാൽ മാത്രമേ ഈ പിശാചിനെ ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ ആ ഒരു പിശാച് കയറി ഒരു സ്ത്രീയുടെ ശരീരമുണ്ട്. ആ ശരീരത്തിൽ നിന്ന് റെയ്മണ്ട് രക്തം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും ആ ഒരു പിശാച് കാരണം കൺട്രോളിലായി കഴിഞ്ഞാൽ ആ ഒരു പിശാച് വേറൊരാളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് ഏത് ശരീരത്തിലാണോ ഈ പിശാച് കയറിയിട്ടുള്ളത് അവിടേക്ക് കൊണ്ടുവച്ച് ഇതിനു മുന്നേ ആ ഒരു പിശാച് കയറിയ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ആ രക്തം ഉണ്ടല്ലോ, ആ രക്തം ഇപ്പോൾ ആ ഒരു പിശാച് കയറിയിട്ടുള്ള ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ ശല്യപ്പെടുത്തുന്ന ആ ഒരു പിശാചിൻ്റെ സിമ്പൽ ഏതാണെന്ന് ആ ശരീരത്തിൻ്റെ നെറ്റിയിൽ അത് തെളിഞ്ഞു വരും. അങ്ങനെ ആ ഒരു പിശാചിൻ്റെ പേര് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ശരീരം ഈ ഒരു ഫർണസിൽ വെച്ച് കത്തിക്കുകയും വേണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഹീറോയിൻ ആ ഒരു പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പിശാച് ഈ ശരീരത്തിൽ നിന്നും രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം റെയ്മണ്ട് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേപ്പർ കത്തിച്ച് ഈ മുറിക്കുള്ളിലൂടെ പോവാണ്. അപ്പോൾ ഇതിനു മുന്നേ ഈ ഒരു പേപ്പർ ഇതുപോലെ കത്തിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളൊരു സീനിൽ കണ്ടിരുന്നല്ലോ, അവിടെയുള്ള ആ ഒരു ചുമരിൽ എന്തോ ഒരു സിമ്പൽ ഇങ്ങനെ തീ പിടിക്കുന്നത് പോലെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ആ ഒരു പേപ്പറും കത്തിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവിടെ ചുമരിൽ ഒരു സിമ്പൽ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഹീറോയിൻ കണ്ടുപിടിക്കും. ഇപ്പോൾ അടുത്ത സിമ്പൽ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരു മുറിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് അവിടെ ഹീറോയിൻ അച്ഛൻ്റെ രൂപത്തിൽ ആ ഒരു പിശാചി വീണ്ടും വന്നിട്ട് അവളോട് പതിയെ സംസാരിച്ച് പെട്ടെന്ന് ഹീറോയിൻ്റെ കഴുത്തിലേക്ക് കയറിയും പിടിക്കും. ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പിശാചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ നിന്റെ ഉള്ളിലേക്ക് വിടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയില്ല, കഴിയത്തില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് ആ ഒരു പിശാച് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അടുത്തുള്ള ഒരു മുറിയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ചെറിയൊരു ഹോളുണ്ട്, അതിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇതിന് മുന്നേ ഒരു സ്ത്രീയെ ഇതുപോലെ ആ ഒരു പിശാച് കൺട്രോളിലാക്കിയിട്ട് ആ ഒരു സ്ത്രീ ഒരു കൂടിനകത്ത് റെയ്മണ്ട് അടച്ചിട്ടിരുന്നല്ലോ, ആ കാര്യങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്നു. അന്ന് ആ ഒരു സ്ത്രീ അവർ വെറുതെ വിടെന്ന് പറഞ്ഞിട്ട് അവർ കെഞ്ചി കരയുന്നുണ്ടായിരുന്നു. ഇപ്പം അതേ കാര്യം ഹീറോയിൻ കണ്ടിട്ട് പെട്ടെന്ന് ഹീറോയിൻ അതുപോലെ ആ ഒരു പെട്ടിക്കുള്ളിലായതുപോലെ അങ്ങനെ അതിനകത്ത് കിടന്നിട്ട് ഹീറോയിനും അതുപോലെ എന്നെ രക്ഷിക്കുക എന്നെല്ലാം പറഞ്ഞ് വീണ്ടും അവൾ പഴയ അവസ്ഥയിലേക്ക്, ഇതെല്ലാം അവൾക്ക് തോന്നുന്നാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അവൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അവളിപ്പോൾ ബേസ്മെന്റിലേക്ക് പോകും. എന്നിട്ട് അവിടെ വന്ന് അവിടെ ഒരു സിമ്പലുണ്ട്, അതിന് രണ്ടാമത്തെ സിമ്പൽ, ആ ഒരു സിമ്പൽ അവൾ കണ്ടുപിടിക്കും. അതും കണ്ടുപിടിച്ചിട്ട് അടുത്ത സിമ്പലുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പിശാച് അവളുടെ പിറകിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ സിമ്പലും മറ്റൊരു ചുമരിൽ കണ്ടുപിടിക്കുന്നു. നാലാമത്തെ സിമ്പൽ ഒരു ബാത്റൂമിനുള്ളിൽ അവൾ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ നിന്നും വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ബാത്റൂം നിറയെ വെള്ളം കൊണ്ട് നിറയുന്നു. ഹീറോയിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഡോറെല്ലാം മറഞ്ഞു പോയതുപോലെ അവൾ അങ്ങനെ കറങ്ങി നടക്കുന്നതും പെട്ടെന്ന് കാല് തെറ്റി അവളുടെ തല വന്ന് ആ ഒരു വാഷ് ബേസിനിൽ വന്ന് ഇടിച്ചിട്ട് ബോധമില്ലാതെ താഴെ വീഴുന്നതും വീണ്ടും അവൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചല്ലോ അത് അവളുടെ മൈൻഡിൽ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 14 വയസ്സിൽ ഹീറോയിനെ കാണാതാകുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് വന്നിരുന്നല്ലോ. അങ്ങനെ അവസാനം ഹീറോയിനെ കണ്ടുപിടിക്കും. എന്നിട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് ഓടിപ്പോകുമ്പോൾ കാല് തെറ്റിയിട്ട് നേരെ താഴേക്ക് വീണ ഒരു കല്ല് തലയിടിച്ചാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹീറോയിൻ കണ്ടിട്ട് ഇപ്പോൾ ഹീറോയിൻ അങ്ങനെ ചാടി എഴുന്നേറ്റ് ഇപ്പോൾ അവൾ ആ ഒരു 4 സിമ്പൽ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് നേരെ ആ ഒരു പ്ലേറ്റിനടുത്തേക്ക് വന്നിട്ട് അതിൽ ആ ഒരു 4 സിമ്പലും അതുപോലെ തന്നെ വെക്കുമ്പോഴത്തേക്കും നടുവിലത്തെ ഭാഗം മാത്രം പെട്ടെന്ന് ജ്വലിക്കാൻ തുടങ്ങാണ്. അതുമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട്, റെയ്മണ്ട് ആ ബേസ്മെന്റിൽ ഒരു സ്ത്രീയുടെ ശരീരം ആ ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ ഒരു പിശാച് കയറിയതുകൊണ്ടാണ് അവരങ്ങനെ അടച്ചു വെച്ചേക്കുന്നത്. അതുമല്ല അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു രക്തം ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹീറോയിനെ പോലും ആ ഒരു ബേസ്മെന്റിലേക്ക് അവൻ പറഞ്ഞു വിടാത്തത്. ഇപ്പോൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് അലറി വിളിക്കുന്നതും ഇത് കേട്ട് ഹീറോയിൻ ആ ഒരു ബേസ്മെന്റിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നല്ല സ്റ്റാർട്ടിങ്ങിൽ സാധാരണ രീതിയിൽ അവരുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കാണ്. എന്നിട്ട് ഈ ഒരു പെട്ടി തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഒരു നിമിഷം ബുദ്ധിയോടെ ഒന്ന് ആലോചിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും വേണ്ട, ഇവളുടെ ഉള്ളിൽ എന്തായാലും ഒരു ദുഷ്ടശക്തി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എന്തായാലും മുകളിലേക്ക് പോവാം, എനിക്ക് കുറച്ച് ജോലികളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ രക്ഷിക്കാമെന്നും പറഞ്ഞ് ആ സ്ത്രീയുടെ രക്തം എടുത്ത് ഹീറോയിൻ ഇപ്പോൾ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് ആരുടെ ശരീരത്തിലാണ് ഈ ഒരു സിമ്പിൾ ഉള്ളത് എന്ന് ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കാണ് ഒരാളുടെ ശരീരത്തിൽ ആ ഒരു സിമ്പിൾ കണ്ടുപിടിക്കുന്നുണ്ട്.
ഇപ്പൊ ആ ഒരു ശരീരം എടുത്ത് ഹീറോയിൻ അതിന്റെ 2 കൈയും കാലെല്ലാം കെട്ടിവെച്ച് ഹീറോയിൻ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാറുമ്പോഴത്തേക്കും ആ ശരീരം ഇപ്പൊ കിടന്ന് വിറയ്ക്കുന്നു. എന്താന്ന് വെച്ചാല് ആ ശരീരത്തിനുള്ള ആ ഒരു പിശാചുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, സിമ്പിളുള്ള വലിയ പ്ലേറ്റ്, അതെടുത്തതിന്റെ നെഞ്ചിലേക്ക് വെക്കുന്നതും എന്നിട്ട് താഴെയുള്ള ആ ഒരു സ്ത്രീയുടെ രക്തം ഹീറോയിൻ മുകളിലേക്ക് കൊണ്ടുവന്നല്ലോ, ആ രക്തം ഈ ഒരു ശരീരത്തിലേക്ക് കയറ്റി വിടുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ റെയ്മണ്ട് പറഞ്ഞതുപോലെ ആ ഒരു സാത്താന്റെ പേര് അതൊരു സിമ്പിളായിട്ട് മാറി ഈ ഒരു ശരീരത്തിൽ നെറ്റിയിൽ തെളിഞ്ഞു വരുന്നു. ഇതുകൂടി ആകുമ്പോഴത്തേക്കാണ് ഹീറോയിന് സമാധാനാവുന്നത്. കാരണം റെയ്മണ്ട് പറഞ്ഞതുപോലെ തന്നെ ഹീറോയിൻ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ടുപോയി കത്തിക്കാന്ന് പറഞ്ഞ് അവൾ നേരെ കൊണ്ടുവന്നിട്ട് ആ ഒരു ശരീരവും മൊത്തത്തിൽ കത്തിക്കുന്നതും അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് അവളെ തിരിച്ച് ഈ ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരികയാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഈ പിശാച് ഒരിക്കലും ഇല്ലാതായിട്ടില്ല, അതിപ്പോഴും അവിടെ തന്നെ നിന്നിട്ട് ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ അച്ഛൻ പുറകിലൂടെ വന്ന് ഇതൊരിക്കലും അവസാനിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ താഴേക്ക് തള്ളി അങ്ങ് വിടും. അങ്ങനെ താഴെ വീണ ഹീറോയിൻ്റെ അടുത്തേക്ക് ആ ഒരു പിശാച് പതിയെ പതിയെ നടന്നു വരുന്നു. എന്നിട്ട് അവളെ മൊത്തത്തിൽ നോക്കുന്നുണ്ട്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒന്നുകൂടി കാണിക്കാണ്. ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ അവൾ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അന്നും ആ ഒരു പിശാച് ഹീറോയിൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പിശാചിനെ കണ്ട് പേടിച്ചിട്ടാണ് അയാൾ പുറകിലേക്ക് പോകുമ്പോൾ താഴേക്ക് വീണ് തലയിടിച്ചിട്ട് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ മരിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ ഒരു പിശാചാണ്. അതിനുശേഷം ഹീറോയിൻ കണ്ണു തുറന്നിട്ട് തൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ ഒരു കാര്യം അതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ കരയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവളുടെ അടുത്ത് ആ ഒരു പിശാചിനെ കാണാനില്ല. പകരം അവളുടെ അച്ഛൻ്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഒരു സംസാരം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഹീറോയിൻ വിചാരിച്ചത് എന്താണ്, അവൾ കാരണമാണ് അവളുടെ അച്ഛൻ മരിച്ചതെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് സത്യം മനസ്സിലായത് ഒരിക്കലും അവൾ കാരണമല്ല, ആ ഒരു പിശാച് കാരണമാണെന്ന്. അതുപോലെ ഈ ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നീ ആ ഒരു കുറ്റബോധം നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കണ്ട. കാരണം അത് ചെയ്തത് നീയല്ല, നിന്റെ തെറ്റായിട്ടുള്ളൊരു തീരുമാനം. അന്ന് നീ കുട്ടിയായതുകൊണ്ട് നിന്റെ സുഹൃത്തുക്കളോടൊപ്പം അതുപോലൊരു കാര്യത്തിൽ പോയി. പക്ഷെ ഇപ്പോൾ അച്ഛൻ ഹാപ്പിയാണ്. നീ എപ്പോഴും നിന്റെ മനസ്സിൽ ആ ഒരു കുറ്റബോധം എല്ലാ ദിവസവും കൊണ്ടു നടന്ന് വിഷമിക്കുന്നത് കാണാൻ അച്ഛന് താല്പര്യമില്ല. അതും ഭയങ്കര ഇമോഷണലായിട്ടെല്ലാം സംസാരിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ അതെ അച്ഛാ, ഞാൻ ഇനി ഒരിക്കലും ആ ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹീറോയിൻ കണ്ണുറക്കുമ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. അതുപോലെ അവളുടെ കയ്യിൽ നോക്കുമ്പോൾ മുറിവുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മോർച്ചറിക്കകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പിശാച് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് പോയെന്നാണ്. അത് കഴിഞ്ഞെന്താണ് ഹീറോയിൻ താഴെ ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ അവരിപ്പോൾ കരയുന്നുണ്ട്. എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞു വിളിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു പിശാച് എന്തായാലും പോയിട്ടുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഓക്കെ നമുക്ക് എത്രയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞ് ആ ഒരു പെട്ടി അങ്ങനെ പൊട്ടിച്ചിട്ട് അത് തുറക്കുന്നതും അവർ വന്ന് ഹീറോയിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്. ആ പിശാച് ഇപ്പോഴും പോയിട്ടില്ല. കാരണം ഇപ്പോഴും ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ ഒരു പിശാചുണ്ട്. റെബേക്ക, നീ ഒരു ബുദ്ധിയില്ലാത്തവളാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ തള്ളി താഴേക്കിടുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ റെയ്മണ്ട് ഉണ്ടല്ലോ, അവൻ ആ ഒരു സിമ്പലുകളെല്ലാം അവൻ്റെ ദേഹത്ത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ച് ഈ ഒരു പിശാചിൻ്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് അത് കാണിച്ച് നേരെ ആ ഒരു സ്ത്രീയെ വീണ്ടും ആ പെട്ടിക്കുള്ളിലേക്ക് തന്നെ ആക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആ ഒരു പിശാച് ഉള്ളത് കൊണ്ട് അവരെ ആ ഒരു പെട്ടിക്കുള്ളിൽ തന്നെ വെച്ച് അടച്ചിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കുന്നതും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇപ്പം ആ ഒരു പിശാചുള്ളത് ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലാണ്. അതിന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വേറൊരു മനുഷ്യനെ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ മാനിപ്പുലേറ്റ് എല്ലാം ചെയ്ത് അവളുടെ മനസ്സെല്ലാം മാറ്റി അവളുടെ ശരീരത്തിലേക്ക് അത് കയറാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എത്ര വർഷമായിട്ട് ആ ഒരു സ്ത്രീ അവിടെ അടച്ചിട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റെയ്മണ്ട് പറയും, അത് നീ വിചാരിക്കുന്നത് പോലെ ജീവനുള്ളൊരു സ്ത്രീയല്ല, അത് മരിച്ചുപോയൊരു സ്ത്രീയുടെ ശരീരമാണ്. ആ ശരീരമാണ് ഈ പിശാച് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അതുമല്ല ആ ഒരു സ്ത്രീയുടെ ശരീരം നമുക്ക് പെട്ടെന്ന് കളയാൻ കഴിയത്തില്ല. കാരണം ഈ പിശാചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരുടെ ശരീരം വേണം, ആ ഒരു രക്തവും വേണം. കാരണം ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ആ പിശാച് മറ്റേതൊക്കെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടോ അതിൽ നിന്നല്ല ഈ ഒരു പിശാചിനെ തടയാൻ കഴിയുന്നത് ആ ഒരു സ്ത്രീയുടെ രക്തം കൊണ്ട് മാത്രമാണ്. നേരത്തെ ഹീറോയിൻ ചെയ്തല്ലോ ഒരു കാര്യം, അതുപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പിശാച് പല ശരീരങ്ങളിലൂടെ മാറി മാറി അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി എത്ര വർഷമായാലും ആ ഒരു സ്ത്രീയുടെ ശരീരം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അവരെ നമുക്ക് വേണമെന്ന് പറയും. എന്നിട്ട് റെയ്മണ്ട് പറയും, ഇനിയിപ്പോൾ നീ ഏത് രാജ്യത്തിലേക്കും എവിടേക്ക് രക്ഷോട്ട് പോയാലും ആ പിശാച് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്നോടൊപ്പം ഇവിടെ ജോലി ചെയ്യും. ഈ സാത്താനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെ പൂർണ്ണമായിട്ട് എങ്ങനെ നശിപ്പിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് എന്നോടൊപ്പം തന്നെ നിൽക്കാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല എനിക്ക് ഒരു ജോലി വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് അവൾ തൻ്റെ ബാഗ് എടുത്ത് ഈ ഒരു ബിൽഡിംഗ് വിട്ട് വെളിയിലേക്ക് വരുന്നതും ഇപ്പോൾ വെളിയിലും ആ ഒരു പിശാച് ഹീറോയിനെ തന്നെ നോക്കി നിൽക്കാണ്. എന്താണെന്ന് വെച്ചാൽ റെയ്മണ്ട് പറഞ്ഞതുപോലെ ഈ ഒരു പിശാച് ഒരിക്കലും ഹീറോയിനെ വിട്ട് പോകത്തില്ല. അത് ഹീറോയിൻ്റെ ശരീരം സെലക്ട് ചെയ്തു അവളുടെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിശാച് ഇപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കും, റെയ്മണ്ട് പറഞ്ഞതുപോലെ ഈ പിശാചിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതുവരെ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്ന് റെയ്മണ്ടിനോടൊപ്പം ആ ഒരു പിശാചിനെ ഇല്ലാതാക്കാം എന്ന് തീരുമാനിച്ച്
അവൾ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ മതിയായിരിക്കും. ബൈ.